അപ്പോൾ ഇങ്ങനെയുള്ള ഔലിയ ആണ് നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെ തീറ്റിപ്പോറ്റുന്നതാരാ? ഇവരെ വളർത്തുന്നതാരാ? ഇവർക്ക് പബ്ലിസിറ്റി കൊടുക്കുന്നതാരാ? മുസ്ലിയാക്കന്മാര്. ആ മുസ്ലിയാക്കന്മാരെ നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന സ്ഥിതിവിശേഷം ഈ രാജ്യത്തുണ്ടാകണം. നോക്കൂ, ഇതെല്ലാം മതപണ്ഡിതന്മാർക്ക് ബിസിനസ്സാ. മതപണ്ഡിതന്മാർക്ക് ഇതെല്ലാം ഒരു ബിസിനസ്സാണ്, പണം തട്ടിയെടുക്കാനുള്ള മാർഗമാണ്. നോക്കൂ, പേരോടും അതുപോലുള്ള ആളുകളും കാണിക്കുന്ന സാമ്പത്തികമായ ദുർമോഹങ്ങൾ. നീ പണത്തിന് വില കൽപ്പിക്കല്ല, അധികാരത്തിന് വില കൽപ്പിക്കല്ല, നിന്റെ കൈപിടിച്ച് മറ്റുള്ളവർ ചുംബിക്കണമെന്ന് ചിന്തിക്കല്ല, ജനങ്ങൾ നിന്നെ ബഹുമാനിക്കണമെന്ന് ആലോചിക്കല്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മയോടെ ജീവിച്ചോ. വലിയ നോട്ട് കാണുമ്പോൾ കീശയിലിടക്കം പറയാണ്, ചെറിയ നോട്ടാകുമ്പോഴോ ചാക്കിലേക്ക്. ഇതാണ് മതപണ്ഡിതന്മാരുടെ സാമ്പത്തികമായ ദുർമോഹം. അതാണ് അല്ലാഹു സൂറത്തു തൗബയിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള മനുഷ്യരെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വർ-റഹ്ബാൻ ലയഖുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട അധികം പേരും ജനങ്ങളുടെ മുതല് അന്യായമായി പിടുങ്ങുന്നവരാണ്. വയസുദ്ദൂന അൻ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്നവരാണ്.